നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ യുദ്ധാനന്തരം IRGCയുടെ അവസ്ഥ എന്തായിത്തീരും? IRGC ഉറപ്പായും ഹമാസ് പോലെ ഒരു ഭീകരവാദ സംഘടനയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഹമാസ് ഈ തരത്തിലാണ് ആക്രമണങ്ങൾ നടത്തിയത്. 1987 ഹമാസ് രൂപീകൃതമാകുമ്പോൾ അത് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നൊക്കെയാണ്, പ്രതിരോധ സേന എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒരു സുന്നി ഇസ്ലാം പ്രതിരോധ സേന എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കാലക്രമേണ അതൊരു ഭീകരവാദ സംഘടന എന്ന തലത്തിൽ തന്നെ വളരുകയായിരുന്നു. അത്തരത്തിൽ ഭീകരവാദ സംഘടനയായി മാറിയ ഹമാസ് പോലെ തന്നെ IRGCയും മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വിവരങ്ങളെ നമുക്ക് ഒന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ IRGCക്ക് മറ്റൊരു ഭാവിയില്ല. എങ്ങനെയാണോ യമനിൽ ഹൂതികൾ ഉള്ളത്, അതുപോലെ തന്നെ ആയിരിക്കും ഇറാനിൽ IRGC എന്ന് പറയുന്നത്. അവിടെ ബാബൽ അൽ മന്ദബിൻ്റെ അടുത്തൂടെ പോകുന്ന ചില കപ്പലുകളെയാണ് ഈ ഹൂതികൾ ആക്രമിക്കുന്നതെങ്കിൽ, ഇവിടെ ഈ IRGC ഹോർമൂസിൽ കൂടി പോകുന്ന ചില കപ്പലുകളുടെയൊക്കെ ആക്രമണം നടത്തും. അവർ തിരിച്ച് വെടിവെക്കും. അങ്ങനെയുള്ള ഒരു ഗറില്ല അല്ലെങ്കിൽ ഭീകര യുദ്ധത്തിലൂടെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനാണ് IRGC ശ്രമം നടത്തുന്നത്. പക്ഷേ ഇത് മധ്യ ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ പ്രശ്നത്തിൻ്റെ തുടക്കം തന്നെ ആയിരിക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ സമാധാനപരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? സൗദി അറേബ്യ ആയാലും UAE ആയാലും, അതോടൊപ്പം തന്നെ ഖത്തർ ആയാലും, ബഹ്റിൻ ആയാലും, എല്ലാ രാജ്യങ്ങളും വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി വരുന്ന നാളുകളിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ പൂർണ്ണമായും മാറും എന്നുറപ്പാണ്. ലോകത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു. ധാരാളം ഭാരതീയർ നാടുകളിൽ പോയി വിജയിച്ച് ജീവിത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ 70കളിലും 80കളിലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് പോയതിൻ്റെ സമ്പാദ്യം ഉപയോഗിച്ചാണ് കേരളം ഈ നിലയിൽ നിൽക്കുന്നത് തന്നെ. അത്തരത്തിൽ വലിയ നന്ദിയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യയോട്. പക്ഷേ ആ മധ്യേഷ്യയുടെ ഭാവി ഒരു രീതിയിലും നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. അത്തരത്തിൽ പ്രവചനാതീതമായ ഒരു രീതിയിൽ കൂടെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് മധ്യേഷ്യ എന്നുള്ളതാണ്. പലപ്പോഴും കേരളത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇറാന് പിന്തുണയേകിയിട്ടുണ്ട്. വലിയ ശക്തമായ പിന്തുണയാണ്. ഇവിടുത്തെ SDPIയും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംഘടനകളൊക്കെ പലതരത്തിലുള്ള ഇവിടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇറാന് നൽകുന്നത്. പക്ഷേ അവർ ഈ പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമാണ് അവർക്ക് തന്നെ വരാൻ പോകുന്നത്. കാരണം ഗൾഫിൽ നിന്ന് ഇനി പണം എത്തുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും IRGCയെ പോലുള്ള ഒരു സംഘടന നിലനിന്നാൽ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് യുദ്ധം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇറാൻ്റെ മാത്രം കുഴപ്പമാണ് എന്നൊരു അവകാശവാദമൊന്നുമില്ല. ഇറാൻ്റെ പ്രശ്നം മാത്രമല്ല, അത് അമേരിക്ക കൂടി ഇടപെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രമേൽ വഷളായത്. ഈ രീതിയിൽ വഷളാകാനുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്ക തന്നെയാണ്. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത്ര സുരക്ഷിതമല്ല മധ്യേഷ്യൻ മേഖല എന്ന് പറയുന്നത്. സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും ബഹ്റിൻ ആയാലും ഒക്കെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇവർ നിരന്തരമായ ആക്രമണം നടത്തുമെന്ന് ഉറപ്പാണ്. അത്തരം രാജ്യങ്ങളിലൊക്കെയും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് തന്നെ മധ്യേഷ്യൻ മേഖലയ്ക്കുണ്ടാവും. അവരുടെ സാമ്പത്തികപരമായ ചട്ടക്കൂടുകളെല്ലാം തകർത്തെറിയപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് ലോകത്തിന് കാണാൻ പോകുന്നത്. എന്തായാലും അതിലോട്ടൊന്നും അനുവദിക്കും അമേരിക്ക എന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ സംശയിക്കുവാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. അമേരിക്ക അതിന് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ നിരന്തരമായി ഈ ഒരു ഭീകരവാദ ആക്രമണം ഹമാസൊക്കെ നടത്തിയതുപോലെ എത്രയേറെ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയത്. അത്തരം ആക്രമണങ്ങൾ കൂടി പാലസ്തീന് നേരെ ഇസ്രായേലും ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഭീകരവാദ സ്വഭാവത്തോടു കൂടി ആക്രമണം നടത്തിയത് ഹമാസാണ്. ഹമാസ് നിരന്തരമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. കുട്ടികളെ കൊന്നിട്ടുണ്ട്, അകത്ത് കയറി കുട്ടികളെ കൊന്നിട്ടുണ്ട്. വലിയ ശക്തമായ ആക്രമണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഭീകരവാദ സ്വഭാവത്തോടു കൂടിയുള്ള ആക്രമണങ്ങൾ തന്നെയായിരുന്നു. അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി മാന്തി. ഇപ്പോൾ നാമാവിശേഷമാക്കിയിട്ടുണ്ട് ഹമാസിനെ. ഇപ്പോൾ ഒരു സമാധാന ശ്രമത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രഹസ്യമായിട്ടൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ഇറാൻ എന്നതൊഴിച്ചാൽ. പരസ്യമായൊരു പിന്തുണയ്ക്ക് പോലും തങ്ങളില്ല. കാരണം എപ്പോഴാണ് വലിയ ഒരു ആക്രമണം തങ്ങളുടെ മേൽ വന്ന് പതിക്കുക എന്ന് പറയാൻ പറ്റില്ല. പല നാടകങ്ങളും പൊളിഞ്ഞു. ഹോസ്പിറ്റലുകളുടെ അടിയിൽ പോലും ആയുധ സംഭരണ കേന്ദ്രങ്ങളായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് ഹമാസ്. അങ്ങനെ അതിൻ്റെ പേരിൽ ആ ആശുപത്രി ആക്രമിക്കേണ്ടി വന്നിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള പല തന്ത്രങ്ങളും പ്രയോഗിച്ചതിന് ശേഷം നിലനിൽപ്പുണ്ടായില്ല ഹമാസിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ IRGCയും പരിണമിക്കപ്പെടും. കാരണം ഇനി ഒന്നും തന്നെ ഇല്ല ഇറാനിൽ എന്നുള്ളതാണ്. മുബാർക്കെ സ്റ്റീൽ പോലുള്ള വലിയ സ്റ്റീൽ ഫാക്ടറികൾ തകർക്കപ്പെട്ടു, സിമൻറ്റ് ഫാക്ടറികൾ പലതും തകർക്കപ്പെട്ടു. നേരത്തെ മുൻ സൂചിപ്പിച്ചതുപോലെ പെട്രോ കെമിക്കൽ രംഗത്ത് വലിയ നാശനഷ്ടം. ഇറാന് എടുത്തു പറയാൻ പറ്റുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണ വിപണന രാജ്യമായിരുന്നു, എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇറാൻ. അങ്ങനെ വലിയ സമ്പത്ത് സമ്പാദിച്ച, ഇപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ പോലും ചൈനയ്ക്കൊക്കെ ഒരു ഷാഡോ ഫ്ലീറ്റ്സിൽ ഒക്കെ അനുവദിച്ചതിലൂടെ വലിയ സമ്പത്തൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ശ്രമത്തിൽ കൂടി പോലും ഇറാന് നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് വളരെ ശരിയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങൾ ഏറ്റവും കടുക്കുന്നത്. ഇനി കാര്യമായിട്ട് ഒന്നും തന്നെ ഇറാൻ്റെ കയ്യിലില്ല. വ്യോമസേന അടിമുട്ടി തകർക്കപ്പെട്ട് കഴിഞ്ഞു, അതോടൊപ്പം തന്നെ നാവികസേന തകർക്കപ്പെട്ട് കഴിഞ്ഞു, പട്ടാളം ചെറുതായി അവിടെ ഉണ്ട് എന്ന് പറയാം വേണമെങ്കിൽ. വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയൊന്നും ഇറാൻ്റെ പട്ടാളത്തിനില്ല. 10 ലക്ഷത്തോളം പട്ടാളം ഇറാൻ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഏകദേശം 6 ലക്ഷത്തോളം പട്ടാളം ഇറാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ പട്ടാളത്തെ ഉപയോഗിച്ച് പോലും തിരിച്ചൊരു ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു ആയുധശേഷിയൊന്നുമില്ല. ഇനി ആയുധങ്ങൾ റഷ്യയൊക്കെ കൈമാറണം. നേരത്തെ കൊടുത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. നേരെ ഡീഗോ ഗാർഷിയയിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. ഇത്രയും വളരെയധികം ഇൻ്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ആക്രമണമൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇവ ഇപ്പോഴും ഗൾഫ് മേഖലകളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം ഒരുമാതിരി പൊട്ടാസ് വെട്ടിക്കും പോലെ ഡ്രോൺ വഴി ആക്രമണമാണ്. വലിയ ശക്തമായ ആക്രമണമൊന്നും നടന്നിട്ടില്ല ഇതുവരെയും. പിന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. ടെലവീവിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ദിമോണ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം, നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൻ്റെ അടുത്തേക്കൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് തിരിച്ചും നല്ല ഉഗ്രൻ പണി തന്നെയാണ് ഇസ്രായേൽ കൊടുത്തത്. ബുഷേറയിൽ ആക്രമണം നടത്തി, അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ മേഖലയിലേക്ക് ആക്രമണം നടത്തി. അവരുടെ എല്ലാ രീതിയിലും ഇനി ആക്രമിച്ച് കീഴ്പ്പെടുത്താണ്ടതിൻ്റെ പരമാവധി എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ ആണവശേഷി അടിമുടി തകർത്ത് കഴിഞ്ഞു. പുകച്ചുരുളുകളായിട്ട് അത് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിയത് ലോകം കണ്ടു നിന്നതാണ്. 2 ദിവസത്തെ ആക്രമണത്തിൽ കൂടി അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ഇറാനെ അടിമുടി തകർക്കുകയായിരുന്നു. ആ ആക്രമണത്തോടു കൂടി ഇറാന് ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ആണവ സമ്പുഷ്ടീകരണ ആണവ ശേഖരമായിരുന്നു. ആ ആണവ ശേഖരത്തെ തന്നെ അടിമുടി തകർക്കുകയായിരുന്നു ഇസ്രായേൽ എന്നുള്ളതാണ്. അങ്ങനെ തകർക്കപ്പെട്ടതിന് ശേഷം ഇനി എന്താണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മിച്ചമായിട്ടുള്ളത്? ഇവർ നിരന്തരം വെല്ലുവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും കണക്ക് കൂട്ടാതെ IRGC നിരന്തരം വെല്ലുവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പാവം മസൂദ് പെഷഷ്കിയാൻ, ഇറാൻ്റെ പ്രസിഡന്റ്, എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ കൂടി ഒത്തുതീർപ്പൊക്കെ നടത്തി വീണ്ടും അവിടെ ഒരു ഭരണമൊക്കെ കൊണ്ടുവരുമായിരുന്നു. പലരും അംഗീകരിച്ചതാണ്, സന്തോഷിച്ചതാണ്. മസൂദ് പെഷഷ്കിയാനെ പോലുള്ള ഒരു മിതവാദി അവിടെ അധികാരത്തിൽ വന്നപ്പോൾ, അധികാരം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. കാരണം മധ്യേഷ്യയിൽ നടത്തിയ IRGC നടത്തിയ ആക്രമണങ്ങളെ അടക്കം അപലപിക്കുകയും അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു മസൂദ് പെഷഷ്കിയാൻ. അങ്ങനെയുള്ള ഒരു ഭരണാധിപൻ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെപ്പോലും IRGC സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. അദ്ദേഹം നടത്തിയ അപ്പോയിൻമെൻറ്റ് അടക്കം അതിനെ തിരസ്കരിക്കുകയുണ്ടായി. അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മുജ്തബ ഖമനായി അടക്കം IRGC വധിച്ചു കഴിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ തന്നെ നമുക്ക് കഴിയും. കാരണം ആ ഒരു രീതിയിലാണ് ഇവരുടെ സമീപനമെല്ലാം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഫയലും എത്തുന്നില്ല. അദ്ദേഹത്തിൻ്റേതെന്ന് പറഞ്ഞ് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തയ്യാറാക്കപ്പെട്ടതാണ് ഉള്ളതാണ്. അത് IRGCയോ മറ്റേതെങ്കിലും അവർ നിയോഗിക്കുന്ന ആരോ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ IRGC സ്വയം IRGCയുടെ കുഴി തോണ്ടുന്നു. അവരിന് എത്ര വലിയ സമ്പന്നമായാലും അവർക്ക് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ബിസിനസ്സുണ്ട്, അതോടൊപ്പം തന്നെ ബാങ്കിങ് ബിസിനസ്സുണ്ട്, എണ്ണ കയറ്റുമതിയിൽ IRGCക്ക് പങ്കുണ്ട്. ഇങ്ങനെ വലിയ സമ്പന്നമാണ് IRGC. പക്ഷേ അതൊന്നും കൊണ്ട് കാര്യമില്ല. ഇനി IRGCയുടെ കഷ്ടകാലം തന്നെയായിരിക്കും. അതൊരു ഹമാസ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന തരത്തിൽ, ഹൂതി എന്ന തരത്തിൽ പരിണമിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.